2025 ജനുവരി 7 കാലിഫോർണിയയിൽ പടർന്ന കാട്ടുതീകൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും ഞെട്ടിക്കുകയും ചെയ്തു. തുടക്കത്തിൽ പാലിസേഡ് ഫയർ എന്ന് പേരിട്ടു വനമേഖലയിൽ ആശങ്കയ്ക്കുള്ള കാരണം കൂടിയിരുന്നു. അവസാനമായി കണ്ടപ്പോൾ വലിയ തീപിടിത്തങ്ങൾ ലോകത്തിലെ ഏറ്റവും ദ്രുതതിയിലുള്ള കാട്ടുതീകളായി മാറി. ജനുവരി 7 ഭൂമിയിൽ പടർന്നുപോയ തീകളിൽ 2000 ഏക്കർ സ്ഥലങ്ങൾ കത്തിത്തുടങ്ങിയിരുന്നു. എന്താണ് കാട്ടുതീയുടെ സങ്കടവും അതിന്റെ വ്യാപനവും? ഉദയമായിരുന്ന തീപിടിത്തം എത്രത്തോളം വേറിട്ടുപോയെന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപനവും ഫലവുമായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ കാട്ടുതീ 5000 ഏക്കർ മുതൽ 12000 ഏക്കർ വരെ വ്യാപിച്ചു. പ്രകൃതിയിൽ മാത്രമല്ല, മനുഷ്യജീവിതത്തിലും അതിന്റെ കടന്നുയരുന്ന വളർച്ച വലിയ പാഠം നൽകുന്നു. മരങ്ങൾ, വന്യജീവികൾ, ഭൂമിയുടെയുള്ളിൽ സങ്കടങ്ങൾ, വലിയ ഉത്തരവാദിത്വങ്ങൾ. ജനുവരി 8 ഏകദേശം 37,000 പേർ അഭയാർത്ഥികളായി മാറുകയും ആളുകൾ അവരുടെ വീടുകൾ, തൊഴിലിടങ്ങൾ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ തിരഞ്ഞെടുത്തു. ഇതുവരെ ആളുകൾക്ക് അവരുടെ കുടുംബങ്ങൾക്കും വീട്ടമ്മന്മാർക്കും പെട്ടെന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കായി പ്രയാസങ്ങൾക്കിടയിൽ മാറേണ്ടി വന്നു. എന്നാൽ കാട്ടുതീ പലപ്പോഴും ആളുകളുടെ ജീവിതങ്ങളെ സങ്കടങ്ങളിൽ വീഴ്ത്തുന്നു. അവരുടെ എല്ലാ സ്വപ്നങ്ങളും, വീടുകളും ജീവിതങ്ങളും അവർ വിട്ടുപോയി. എന്നാൽ ദുരിതസാഹചര്യങ്ങൾക്കിടയിൽ രക്ഷാപ്രവർത്തകർ, അഗ്നിശമന സംഘം, സേന, ഒപ്പം ഈ കഷ്ടദിവസങ്ങൾ കടന്നു പോകുന്ന കൂട്ടായ്മകൾ അവരെ സഹായിക്കാൻ മുന്നോട്ടു വന്നു. ഫയർ ഫൈറ്റർമാർക്ക് തീ അടച്ചുകൂട്ടുന്നതിന് വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരിക്കുകയും ചെയ്തു. ആഹാരവും പാനീയവും ആവശ്യമായ സാമഗ്രികളും അഭാവം പാടുന്നു. പക്ഷേ അവർക്കുള്ള സാധനസമ്പത്തും ചിന്തകളും അനുഭവങ്ങളും സഹായം നൽകുന്നു. ഹെലികോപ്റ്ററുകൾ വെള്ളം വീഴ്ത്തുന്നതിന്റെ വീഡിയോ കാണുമ്പോൾ അവരവരുടെ ആത്മവിശ്വാസവും പ്രതിസന്ധിയുമായി ചേർന്നിരിക്കുകയാണ്. ഫയർ ഫൈറ്റർമാരുടെ ധൈര്യവും ത്യാഗവും ആണ് തീം തിരഞ്ഞുപോകുന്നത്. ശക്തമായ തീപിടുത്തങ്ങൾ വരുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന ആശയം ശക്തമായി മുന്നോട്ടുവയ്ക്കുന്നു. ആഗോള താപനിലയുടെ വർധനവിന്റെ ഫലമായി വേനൽക്കാലങ്ങളിലും വേനലിന്റെ ദൈർഘ്യവും മാറുകയാണ്. ഈ വർഷം കാട്ടുതീകൾ ശക്തമായ കാലാവസ്ഥയെ അനുഭവപ്പെട്ടു. അത് മാത്രമല്ല, ജീവജാലങ്ങളും പരിസ്ഥിതിയും ഭീഷണിയിലാണ്. ആഗോള ചൂടുകാലം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമാണ്. കാട്ടുതീ പരിണാമത്തിന്റെ മറ്റൊരു വലിയ അടയാളമാണ് പരിസ്ഥിതിയുടെ നാശം. വനങ്ങൾ, മരങ്ങൾ, വൃക്ഷങ്ങളും സസ്യങ്ങളും സംരക്ഷിക്കപ്പെടാത്ത നിലയിൽ തീയിൽ ചേർത്തിരിക്കുന്നു. സാന്ദ്രമായ കാടുകൾ, സസ്തനികൾ, പക്ഷികൾ ഈ കാലഘട്ടങ്ങളിൽ ഒരിക്കലും തിരിച്ചുവരുമോ എന്നറിയാനാവാതെ പേറ്റു. പ്രാദേശികവും ദേശീയവുമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയായാണ് ഈ കാട്ടുതീ. വീടുകൾ, വ്യാപാര കേന്ദ്രങ്ങൾ, കോളേജുകൾ, മാനേജ്മെന്റ് ഓഫീസുകൾ എല്ലാം നശിച്ചു. ലോകം ചെലവുകൾക്ക് പ്രതിരോധം നൽകുന്നുണ്ടെങ്കിലും ഈ കാറ്റുകൾ ഓടുവാനുള്ള ബലവും സ്വയം സൃഷ്ടിച്ച തിരിച്ചറിയലും അനിവാര്യമാണ്. സമ്പന്നമായ കാലിഫോർണിയ എല്ലാ മേഖലകളിലും വലിയ സംശയങ്ങളെയും പ്രശ്നങ്ങളെയും നേരിടുന്നു. പ്രത്യേക അധികാരികളും പ്രാദേശിക ഭരണകൂടവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പ്രഗതിശീലത്തോടുകൂടി നടത്തുന്നു. നാശനഷ്ടങ്ങൾക്കുശേഷം പ്രാദേശികങ്ങളായ സമീപങ്ങൾ, പുനരധിവാസ പ്രവർത്തനങ്ങൾ, കൃഷി, വീടുകൾ പുനരധിവാസത്തിന് വലിയ മുന്നേറ്റം ചെയ്തു. എങ്കിൽ പലരും വിശ്വാസം നിലനിർത്തുന്നു, പ്രതിസന്ധി നേരിടുമ്പോൾ നാം എല്ലാം മറികടക്കാം. സമൂഹത്തിന്റെ പിന്തുണ അനിവാര്യമാണ്. ഓരോ മനുഷ്യനും ഓരോ കുടുംബവും അവരുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം നിൽക്കുകയും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പങ്കുചേർന്ന് ദുരിതസാഹചര്യങ്ങളെ മറികടക്കുന്നു. മറ്റു രാജ്യങ്ങളും ജനകൈതാങ്ങ് നൽകുന്നു. നിരവധി രാജ്യങ്ങൾ കാലിഫോർണിയയ്ക്ക് സഹായം നൽകിയിട്ടുണ്ട്.